പാലക്കാട് CPI നേതാവും പോലീസുമായി വാക്കേറ്റു. CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠനും മണ്ണാർക്കാട് CIയും തമ്മിലായിരുന്നു തർക്കം. ഇന്നലെ കാഞ്ഞിരപ്പുഴയിൽ നടന്ന സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ച പ്രതിയെ തിരിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ CPI നേതാവിന്റെ വീട്ടിലെത്തുകയായിരുന്നു. വീട്ടിൽ കയറിയുള്ള പോലീസിന്റെ പരിശോധന CPI നേതാവ് തടഞ്ഞതോടെയാണ് വാക്കേറ്റമുണ്ടായത്. കാണാം. എന്റെ വീട്ടിൽ പോലീസ് ആക്രമിച്ച സാറേ, നിങ്ങൾ കുറെ കാലം ഈ പ്രവർത്തനം തുടങ്ങി, നമുക്കും അറിയാം. നിങ്ങള് ആയിക്കോട്ടെ, നിങ്ങൾ അതിന് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. സാധാരണഗതിയിൽ ഇത് പോലീസിനെതിരെ സംഘടിതമായി ഞാൻ പറയട്ടെ, പോലീസിനെതിരെ സംഘടിതമായി ഒരു ആക്രമണം നടത്താൻ വേണ്ടി മെനക്കെട്ടതല്ല, ആണോ? ആ വിഷയമാണത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്താ ചെയ്യാ? ഞങ്ങൾ രക്ഷിക്കുണ്ടാകുമ്പോൾ ചില ആളുകൾ നമ്മുടെ 100% പരിധിയിൽ നിൽക്കില്ല. കറക്റ്റാണ്. നിങ്ങളെ സേനയും നിങ്ങളുടെ 100% പരിധി. ഒരു മിനിറ്റ്. ഈ പ്രതി അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾക്കെതിരെ നിരന്തരമായി ഈ പരിപാടി ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ ശാരീരികമായി ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നോട് കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലെ ആളുകൾ എന്താ പരിപാടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ജനകീയ ഉദ്ഘാടനം നടന്ന നേരിടുമ്പോൾ. ഇപ്പോൾ നമുക്കിപ്പം ഇക്ബാലുണ്ട്. ഇക്ബാൽ, CIയും ഒപ്പം CPIയുടെ അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറിയും തമ്മിലാണ് ഈ വാക്കേറ്റം ഉണ്ടായത്. വാക്കേറ്റത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു? അരുൺകുമാർ, അതായത് ഇന്നലെ വൈകിട്ടാണ് ഈ കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പടി റോഡ് ജനകീയ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ജനകീയ സമിതി തീരുമാനിച്ചത്. ഇന്ന് രാവിലെ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട ഉദ്ഘാടനമായിരുന്നു. പക്ഷേ ഇതിനപ്പുറം അവിടെയുള്ള ഒരു ജനകീയ സമിതി ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുകയും പിന്നീട് CPM പ്രവർത്തകർ ഇത് തടയുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഒരു LDF പ്രവർത്തകൻ ഈ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിനിടയിൽ ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് പോലീസ് ഈ CPI നേതാവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ വീട്ടിൽ കയറിയുള്ള പരിശോധന അത് CPI അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ തടയുകയും പിന്നീട് പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. ഏറെ നേരം വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഈ പ്രദേശത്ത് നിന്ന് പോലീസ് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് പ്രതി വീട്ടിലില്ല, ഇനി അഥവാ അയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അദ്ദേഹത്തോടെ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന വിവരം LDF നേതാക്കൾ പോലീസിനെ അറിയിക്കുകയും പിന്നീട് പോലീസ് പരിസരത്ത് നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും നിലവിൽ ആ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പോലീസ് തുടരുകയാണ്. ഇന്നലെ ഈ കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പടി റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലാണ് പോലീസിനെ ഈ LDF പ്രവർത്തകൻ ആക്രമിച്ചത്. CIയുടെ ഷർട്ടിൽ കയറി പിടിച്ച് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസ് നടത്തുകയാണ്. ഇതിനിടയിലാണ് ഈ CPIയുടെ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠന്റെ വീടിന്റെ പരിസരത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കാണിച്ചത്. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി എത്തിയപ്പോഴായിരുന്നു അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി പോലീസിനെ തടയുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും രാത്രി 10 മണിയോടുകൂടിയാണ് പോലീസ് എത്തിയെങ്കിൽ പിന്നീട് ഒരു അരമണിക്കൂറോളം ഈ വാക്കേറ്റം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.